ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PSC സൊല്യൂഷൻസ്. അപ്പോൾ നമ്മൾ ഇന്നും UPSCയുടെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് 1995 UPSC ചോദിച്ച കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രിലിംസ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Which one of the following is correct in respect of the commencement of election പ്രോസസ് ഇൻ ഇന്ത്യ? അതായത് നമ്മുടെ ഇന്ത്യയിലെ ഇലക്ഷൻ പ്രോസസ്സ് നമുക്ക് തുടങ്ങുന്നതിനുള്ള ആ ഒരു കറക്റ്റ് ഇതെന്താണ്, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഉത്തരം ഓപ്ഷൻ സി ആണ്. ദ റെക്കമെൻഡേഷൻ ഫോർ എലക്ഷൻ ഈസ് മെയ്ഡ് ബൈ ദ എലക്ഷൻ കമ്മീഷൻ. നമുക്കറിയാം അതിനുള്ള ശുപാർശ കൊടുക്കുന്നത് ആരാണ് ഒരു എലക്ഷന് വേണ്ടിയുള്ളത്? അത് എലക്ഷൻ കമ്മീഷനാണ്. പക്ഷേ and the notification for election is issued by the president and the governors of the state concerned. പക്ഷെ നോട്ടിഫിക്കേഷൻ, അറിയിപ്പ്, എന്തിനുള്ള അറിയിപ്പ്? ഇലക്ഷന് വേണ്ടിയുള്ള അറിയിപ്പ് അത് ഇഷ്യൂ ചെയ്യുന്നത് പ്രസിഡന്റും അതുപോലെ തന്നെ ഏതൊക്കെ സ്റ്റേറ്റ് ആണോ ആ സ്റ്റേറ്റിലെ ഗവർണർമാരുമാണ്, ഗവർണേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇത് ഓർത്തിരിക്കുക, കാരണം ഇലക്ഷൻ ഒക്കെ ഇപ്പൊ റീസെന്റ് ആയിട്ട് കഴിഞ്ഞതാണ്. ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അടുത്തത്, which one of the following are extra constitutional and extra legal devices for securing cooperation and coordination between the states in India? അതായത് നമ്മുടെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്ക് ഇടയിലുള്ള കോർപ്പറേഷനും സഹകരണവും കോർഡിനേഷനും ഒക്കെ നല്ല രീതിയിലാക്കുന്നതിന് വേണ്ടിയുള്ള എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മുടെ ഭരണഘടനയിൽ അവരെ കുറിച്ച് വ്യക്തമായിട്ട് പ്രതിപാദിച്ചിട്ടില്ല, ഡിഫൈൻ ചെയ്തിട്ടില്ല. അതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് എ ആണ്. അതായത് 1, 2, 3. ദ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ, NDC, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആണോ? അല്ല, എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. ദ ഗവർണേഴ്സ് കോൺഫറൻസ്, സോണൽ കൗൺസിൽസ് ഒക്കെ എന്തിനു വേണ്ടിയാണ്? സംസ്ഥാനങ്ങൾക്ക് ഇടയിലുള്ള കോർപ്പറേഷനും കോർഡിനേഷനും ഒക്കെ സെക്യൂർ ചെയ്യാൻ വേണ്ടിയുള്ള എക്സ്ട്രാ കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് എക്സ്ട്രാ ലീഗൽ ഡിവൈസസ് ആണ്. ഓക്കെ, which of the following are matters on which a constitutional amendment is possible? അതായത് നമുക്ക് അമെൻഡ് ചെയ്യണം, മാറ്റങ്ങൾ കൊണ്ടുവരണം, ഭേദഗതി ചെയ്യണം. കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എപ്പോഴാണ് പോസിബിൾ ആകുന്നത്? ഈസ് പോസിബിൾ ഓൺലി വിത്ത് ദ റാറ്റിഫിക്കേഷൻ ഓഫ് ദ ലെജിസ്ലേറ്റേഴ്സ് ഓഫ് നോട്ട് ലെസ് ദാൻ ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്. എന്ന് പറഞ്ഞാൽ എന്താ? സംസ്ഥാനങ്ങളുടെ പകുതിയിൽ കുറയാത്ത നിയമസഭകളുടെ അംഗീകാരത്തോടു കൂടി ഇതിനകത്ത് ഏതൊക്കെ കാര്യങ്ങൾ നമുക്ക് അമെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും? നോക്കിക്കേ, വിത്ത് ദ റാറ്റിഫിക്കേഷൻ ഓഫ് ദ ലെജിസ്ലേറ്റേഴ്സ് ഓഫ് നോട്ട് ലെസ് ദാൻ 1/2 ഓഫ് ദ സ്റ്റേറ്റ്സ്. സംസ്ഥാനങ്ങളുടെ പകുതിയിൽ കുറയാത്ത നിയമസഭകളുടെ അംഗീകാരത്തോടു കൂടെ ഇതിനകത്ത് ഏത് കാര്യങ്ങൾ? സംസ്ഥാനങ്ങളുടെ പകുതിയിൽ കുറയാത്ത നിയമസഭകളുടെ ഹാഫ് അംഗീകാരത്തോടു കൂടി നമുക്ക് ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്? ഉത്തരവായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. 1, 2, 3 എലക്ഷൻ ഓഫ് ദ പ്രസിഡന്റ് നമുക്ക് അമെൻഡ് ചെയ്യാൻ സാധിക്കും. എപ്പോ? സംസ്ഥാനങ്ങളുടെ നിയമസഭകളുടെ പകുതിയിൽ കുറയാത്ത റാറ്റിഫിക്കേഷൻ, അവരുടെ അംഗീകാരം ഉണ്ടെങ്കിൽ. റെപ്രസെന്റേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഇൻ ദ പാർലമെന്റ്, എനി ഓഫ് ദ ലിസ്റ്റ് ഇൻ ദ 7th ഷെഡ്യൂൾ, 7ാമത്തെ ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന യൂണിയൻ സ്റ്റേറ്റ് കൺകറന്റ് ലിസ്റ്റ്, അതിന്റെ അമെൻമെന്റ്. അതുപോലെ തന്നെ റെപ്രസെന്റേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഇൻ ദ പാർലമെന്റ്, എലക്ഷൻ ഓഫ് ദ പ്രസിഡന്റ്, ഇതിന്റെ ഒക്കെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് നമുക്ക് പോസിബിൾ ആകും. എപ്പോഴാണ്? റാറ്റിഫിക്കേഷൻ ഓഫ് ദ ലെജിസ്ലേറ്റേഴ്സ് ഓഫ് നോട്ട് ലെസ് ദാൻ 1/2 ഓഫ് ദ സ്റ്റേറ്റ്സ്. സംസ്ഥാനങ്ങളുടെ പകുതിയിൽ കുറയാത്ത നിയമസഭകളുടെ അംഗീകാരത്തോടു കൂടി. ഇമ്പോർട്ടന്റ് ആട്ടോ. അടുത്തത് കണ്ടോ, അടുത്തത് ഒരു ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, നമ്മുടെ പാർലമെന്റ് എന്ന് പറയുമ്പോൾ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് രാജ്യസഭയും വരും, ഹൗസ് ഓഫ് ദ പീപ്പിൾ ലോക്സഭയും വരും. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് രാജ്യസഭയിൽ നോട്ട് മോർ ദാൻ 250 മെമ്പേഴ്സ് ആണ്, 12 പേര് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. നോട്ട് മോർ ദാൻ 230 റെപ്രസെന്റേറ്റീവ് സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. കണ്ടോ, ബാക്കി അതായത് നമ്മുടെ രാജ്യസഭയിൽ, നമ്മുടെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്, നമ്മുടെ അപ്പർ ഹൗസ്, ദാറ്റ് ഇസ് രാജ്യസഭയിൽ ടോട്ടൽ 250 മെമ്പേഴ്സ് ആണ്. 250 മെമ്പേഴ്സിൽ കൂടരുത്. ആ 250 പേരിനകത്ത് 12 പേര് എന്താണ്? നോമിനേറ്റ് ചെയ്താണ്, നാമനിർദ്ദേശം ചെയ്ത് വന്നവരാണ്. ബാക്കി 238 പേരെന്ന് പറയുന്നത് സ്റ്റേറ്റ്സിൽ നിന്നും യൂണിയൻ ടെറിട്ടറീസിൽ നിന്നും ഉള്ളതാണ്. ഇനി ഹൗസ് ഓഫ് ദ പീപ്പിൾ, ഹൗസ് ഓഫ് ദ പീപ്പിൾ എന്ന് പറയുമ്പോൾ എന്താ? ലോക്സഭയാണ്, ലോവർ ഹൗസ് ആണ്. അവിടെ എന്താണ്? 552 ആണ്. നിലവിൽ 552 ആണ്, പക്ഷെ ഇനി അങ്ങോട്ട് അതിന് മാറ്റങ്ങൾ വരും. അപ്പൊ അത് അന്നത്തെ ഇതാട്ടോ.
അപ്പോൾ 552 ആണ്. അപ്പോൾ ഈ 552-നകത്ത് നോട്ട് മോർ ദാൻ 530 റെപ്രസെന്റേറ്റീവ്സ് ഓഫ് സ്റ്റേറ്റ്സ് പ്ലസ് നോട്ട് മോർ ദാൻ 2 നോമിനേറ്റഡ് ആംഗ്ലോ ഇന്ത്യൻസ്. അത് 530 അതും കൂടരുത്. പിന്നെ എന്താണ്, 2 പേര് എവിടെന്നാ നോമിനേറ്റഡ് ആംഗ്ലോ ഇന്ത്യൻസ് ആണ്. നമ്മൾ പഠിച്ചു ലോക്സഭയിലേക്ക് 2 പേരെ നോമിനേറ്റ് ചെയ്യാം ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന്. പക്ഷെ അവരുടെ ഇതവിടെ ഉണ്ടെങ്കിൽ പറ്റത്തില്ല എന്ന് നമ്മൾ പഠിച്ചു. അപ്പോ പിന്നെ ഈ ഒരു വേക്കന്റ് ആയിട്ടുള്ള കാര്യം, അതായത് ടോട്ടൽ 552-നകത്ത് 530 സ്റ്റേറ്റ്സിൽ നിന്നുമാണ് 2 പേര് എവിടെ നിന്നാണ് ആംഗ്ലോ ഇന്ത്യൻസ് ആണ് നോമിനേറ്റ് ചെയ്യുന്ന ആംഗ്ലോ ഇന്ത്യൻസ് ആണ്. ബാക്കി 20 പേരും കൂടെ വരും. അവര് എവിടെ നിന്നായിരിക്കും, അതാണ് നമ്മുടെ അടുത്ത് എക്സ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ ഫിറ്റ് ഇൻ ദ പ്ലേസ് മാർക്ക്ഡ് എക്സ്. അതേതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. നോട്ട് മോർ ദാൻ 20 റെപ്രസെന്റേറ്റീവ്സ് ഓഫ് യൂണിയൻ ടെറിട്ടറീസ്. യൂണിയൻ ടെറിട്ടറീസിനെയും കൂടെ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണ്ടേ? അവിടെ നിന്ന് 20-ൽ കുറയാത്ത ആൾക്കാർ എവിടെ വേണം? നോട്ട് മോർ ദാൻ 20-ൽ കൂടാത്ത രീതിയിൽ, അതായത് മാക്സിമം 20-ൽ കൂടാത്ത രീതിയിലുള്ള യൂണിയൻ ടെറിട്ടറി എന്നുള്ളവരാണ് ഇവിടെ വേണ്ടത്. ഇവിടെ 238-നകത്ത് സ്റ്റേറ്റ്സും യൂണിയൻ ടെറിട്ടറീസും രാജ്യസഭയിൽ അവർ ഇൻക്ലൂഡ് ചെയ്തു. പക്ഷെ ഇവിടെ നോമിനേറ്റഡും സ്റ്റേറ്റ്സ് എന്നുള്ളത് മാത്രം ഇൻക്ലൂഡ് ചെയ്തു. സ്റ്റേറ്റ്സ് മാത്രമാണ് ഉള്ളത്, യൂണിയൻ ടെറിട്ടറീസും അതിനകത്ത് ഇൻക്ലൂഡ് ആണ്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? സി ആണ്. നോട്ട് മോർ ദാൻ 20 representatives of union territories. ഡിയിലേക്ക് പോകരുത് കേട്ടോ. ദ അറ്റോർണി ജനറൽ ഹു ഹാസ് ദ റൈറ്റ് ടു സ്പീക്ക് ആൻഡ് ടേക്ക് പാർട്ട് ഇൻ ദ പ്രൊസീഡിംഗ്സ് ഓഫ് ഏതർ ഹൗസ് ഓഫ് ദ പാർലമെന്റ്. അത് കറക്റ്റ് ആണ് അല്ലെ? അതായത് നമ്മുടെ അറ്റോർണി ജനറൽക്ക് 2 ഹൗസിലും സ്പീക്ക് ചെയ്യാനും പറയാനും അതുപോലെ തന്നെ പ്രൊസീഡിംഗ്സിൽ പങ്കെടുക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞിട്ട് അറ്റോർണി ജനറൽ അതിലേക്ക് പോകരുത്. യൂണിയൻ ടെറിട്ടറീസിന്റെ കാര്യം അവിടെ പറഞ്ഞിട്ടില്ല. അടുത്തത്, ഹൂ എമോങ് ദ ഫോളോയിങ് ഹാവ് ദ റൈറ്റ് ടു വോട്ട് ഇൻ ദ എലക്ഷൻസ് ടു ബോത്ത് ലോക്സഭ ആൻഡ് രാജ്യസഭ. ലോക്സഭയിലേക്കും രാജ്യസഭയിലേക്കുള്ള എലക്ഷൻസിൽ ഇതിൽ ആർക്കാണ് വോട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? നമുക്കറിയാം ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ദ ലോവർ ഹൗസ് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. അതായത് നമ്മുടെ സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുത്ത മെമ്പേഴ്സിന് 2 സ്ഥലത്തേക്ക് വോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. Which one of the following states of India does not have a legislative council? So far, even though the Constitution Act 1956 provided for it. 7th amendment ആണ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇല്ലാത്തത്. ഏതാണ്? നമുക്കറിയാം മധ്യപ്രദേശ് ആണ്. മധ്യപ്രദേശിന് എന്തില്ല? ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇല്ല. നിലവിൽ ആർക്കൊക്കെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉള്ളത്? നമ്മുടെ സൗത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ആന്ധ്രാപ്രദേശ്, കർണാടക, തെലങ്കാന. ആന്ധ്രാപ്രദേശും തെലങ്കാനയും ഓർത്തിരിക്കാലോ. ഇത് കൂടാതെ കർണാടകയുണ്ട്. പിന്നെ വലിയ വലിയ സ്റ്റേറ്റ്സ് ആയിട്ടുള്ള ഉത്തർപ്രദേശും മഹാരാഷ്ട്രയും ബീഹാറും. നിലവിൽ 6 സ്റ്റേറ്റ്സിനാണ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉള്ളത്. അപ്പൊ അത് ഓർത്തിരിക്കാട്ടോ. In the Indian government formed in 1946, the vice president of the executive council. നമുക്കറിയാം 1946 ഫോം ചെയ്തത് ഏതാണ്? ജവഹർലാൽ നെഹ്റു ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആർട്ടിക്കിൾ 156 ഓഫ് ദ ഇത് ഇമ്പോർട്ടന്റ് ആട്ടോ of the Constitution of India provides that a governor shall hold office for a term of 5 years from the date on which he enters upon his office. ഓഫീസിൽ വന്ന അവിടെ നിയമിച്ചത് തൊട്ട് 5 വർഷത്തേക്ക് അദ്ദേഹത്തിന് കാലാവധി ഉണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഏതൊക്കെയാണ് ഡെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ഊഹിക്കാൻ പറ്റുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന്റെ ആൻസർ വരുന്നത് 36ന്റെ ആൻസർ വരുന്നത് ഡി ആണ്. നെയ്തർ 1 nor 2. രണ്ടും ഇവിടെ പറയുന്നില്ല. ഓക്കെ, 2 കണ്ടീഷൻസ് ഇവിടെ തെറ്റാന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോ ഗവർണർ ക്യാൻ ബി റിമൂവ്ഡ് ഫ്രം ഓഫീസ് till completion of his term. No governor can continue in office beyond a period of 5 years. അപ്പൊ ഇത് രണ്ടും തെറ്റാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആർട്ടിക്കിൾ 156 ഓർത്തിരിക്കുക. കാരണം ഗവർണർ ഇപ്പോൾ ഒരുപാട് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളൊരു ടോപ്പിക് ആണ്. പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ. ആർട്ടിക്കിൾ 15 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. നമുക്കറിയാം ആർട്ടിക്കിൾ 14 തൊട്ട് 18 വരെ എവിടെ വരുന്നത്? റൈറ്റ് ടു ഇക്വാളിറ്റി. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ടു ഇക്വാളിറ്റിയിലാണ് വരുന്നത്. അഗ്രികൾച്ചർ ഇൻകം ടാക്സ് ഇസ് അസൈൻഡ് ടു ദ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ബൈ. അതായത് കാർഷിക ആദായ നികുതി നിശ്ചയിച്ചിട്ടുണ്ട് നമ്മുടെ സ്റ്റേറ്റ്സിന്, നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ്സിന്. അത് ആരാണ് നിശ്ചയിക്കുന്നത്? നമുക്കറിയാം ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഇങ്ങനെ രീതിയിൽ അതിന്റെ ഇത് വന്നിരിക്കണം എന്നുള്ളത്. ഒക്കെ ഇമ്പോർട്ടന്റ് ആട്ടോ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എക്സ്പ്ലിസിറ്റ്ലി സ്റ്റേറ്റഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ? എക്സ്പ്ലിസിറ്റ്ലി സ്റ്റേറ്റഡ്, കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അത് എന്ത് കാര്യമാണ്? ഓൾ പാർട്സ് ഓഫ് ഇന്ത്യ ആർ ടു ബി റെപ്രസെന്റഡ് ഇൻ ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നുള്ളവരും അതിനകത്ത് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ.
വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ലോക്കൽ ഗവൺമെന്റ് ഇൻ ഇന്ത്യ? തദ്ദേശ സ്വയംഭരണവുമായിട്ട് ബന്ധപ്പെട്ട് ശരി അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. അക്കോർഡിംഗ് ടു ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ലോക്കൽ ഗവൺമെന്റ് ഈസ് നോട്ട് ആൻ ഇൻഡിപെൻഡന്റ് ടയർ ഇൻ ദ ഫെഡറൽ സിസ്റ്റം. അതാണ് ഇതിനകത്ത് എന്താണ് തെറ്റായിട്ടുള്ളത്, ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. ഒരു ഇൻഡിപെൻഡന്റ് ടയർ അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ്, അതാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. 30% ഓഫ് ദ സീറ്റ്സ് റിസർവ്ഡ് ഫോർ വിമൻ ആണ്. ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്മീഷൻ വഴിയാണ്. എലക്ഷൻസ് നടത്തുന്നതും ആരാണ്? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് എലക്ഷൻസ് നടത്തുന്നത്. അതും അവിടെ കറക്റ്റ് ആണ്. If in an election to a state legislative assembly, സംസ്ഥാന നിയമസഭയിലേക്കുള്ള ഒരു ഇലക്ഷൻ ആയിരുന്നു. The candidate who is declared elected loses his deposit. അതായത് തിരഞ്ഞെടുക്കപ്പെട്ടതായി പ്രഖ്യാപിക്കപ്പെടുന്ന സ്ഥാനാർത്ഥിക്ക് കെട്ടിവെച്ച തുക നഷ്ടപ്പെടും. എപ്പോഴാണ്? എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് എ വെരി ലാർജ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് കണ്ടസ്റ്റഡ് ദ ഇലക്ഷൻ. ഒരുപാട് പേര് ഇലക്ഷനിൽ മത്സരിച്ചാൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരും. അതാണ് അവർ ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇതിനകത്തും ഈ ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ കാര്യവും പിന്നെ നമുക്കറിയാം ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതൊക്കെ ഇപ്പോഴും PSC ചോദിക്കുന്നതാണ്. ഇതൊക്കെ നമ്മൾ ശരിക്കും നമ്മൾ ഇപ്പോഴും പഠിക്കുന്നതാണ് അല്ലെ. ഒരു വെറൈറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.